ഹലോ. ഇന്നത്തെ കലാപരിപാടി എന്താന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് ME സ്കൂളിലേക്ക് പോകുന്നതാണ്. ഒരു മുതുക്കൻ കുരു കണ്ട് ടെൻഷൻ ആയിരിക്കുകയാണ് ഞാൻ. നമുക്ക് ME സ്കൂളിൽ ഒരു സ്റ്റോൾ ഇടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പൊ നമ്മൾ ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നമ്മൾ എല്ലാവരും കൂടെ ചാടിത്തുള്ളി പോയി. ബട്ട് ഐ ഹാവ് എ കൺഫെഷൻ. ഞാൻ ഷാഫിക്ക വരുന്നുണ്ടെന്ന് കേട്ടപ്പം തുള്ളിച്ചാടി പോയതാണ്. കാരണം ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഹിസ് സോങ്സ്. ഇതാണ് നമ്മളെ സ്റ്റോള്. ഇവിടേക്കാണ് ഷഫീഖെല്ലാം വരുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റോളൊക്കെ ഉള്ളത് എവിടെയാന്നൊക്കെ അറിഞ്ഞ് ഒന്നൊന്ന് നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ ഇതേ ഷാപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ല ചൂടുവെള്ളവും കുടിച്ച് അവിടുത്തെ പത്രവാർത്തയും വായിച്ച് നല്ല സന്തോഷിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ചട്ടി നെയ്ച്ചോറ് വരുന്നത്. ഐഷ് സീന് സാധനം. തൻസി പ്രോൺസ് തിന്നൂല എന്ന് പറഞ്ഞിട്ട് അതും കൂടെ തന്നതിന്റെ ആഹ്ലാദ പ്രകടനമാണ് ഈ കാണുന്നത്. ഞാൻ സീ ഫുഡിന്റെ ഫാനാണ് കേട്ടോ. ഫുഡ് നല്ലോണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറയ്ക്കാൻ വേണ്ടേ. അങ്ങനെ അവിടുന്ന് പാക്കോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു, ജീരകമൊക്കെ ഇട്ടിട്ടുള്ള സാധനം, അതും ഞാൻ കഴിച്ചു. അത് ചെറുതായിട്ട് കിക്ക് ചെയ്തോ എന്നൊരു സംശയമുണ്ട്. പിന്നെ നമ്മൾ ഒന്നുകൂടെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ അടുത്തുണ്ട് അതിനൊരു പള്ളിയില്ല. പള്ളിയാണോ മദ്രസാണോ എനിക്ക് ഡൗട്ടാണ്. രാത്രിയാണ് ഷാഫിക്ക വന്നത്. ഷാഫിക്ക വന്ന് പാട്ട് കേട്ടപ്പോൾ എനിക്ക് കിടന്ന് തുള്ളാനൊക്കെയാ തോന്നിയത്. ഞാൻ ഓഫീസിൽ ഷാഫിക്കയുടെ പാട്ടൊക്കെ ഇടുന്ന സമയത്ത് എല്ലാവരും കളിയാക്കിയിരുന്നു. ആ കളിയാക്കണവരൊക്കെയാണ് ഇപ്പൊ ഇങ്ങനെ തുള്ളുകയും ചാടുകയൊക്കെ ചെയ്യണം. കുഴപ്പമില്ല. ഷാഫിക്കിനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പൊലിവ് തന്നെയാണല്ലേ. ഞാൻ ഭയങ്കര പൊലിവിലായിരുന്നു. പിന്നെ പറയാണ്ടിരിക്കാൻ കഴിയില്ല കേട്ടോ. അവിടെയുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും നല്ല അടിപൊളി ഡാൻസേഴ്സും സിംഗേഴ്സും ഒക്കെ ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കേണ്ടത് പറഞ്ഞിട്ട് ഭയങ്കര ഉത്തമനായ ഒരു പുത്രനായിട്ടാണ് ഫിയാസ്കിരിക്കുന്നത്. നമ്മള് ഷിഫക്ക് തൻസി കൊടുത്ത ഒരു പ്രോമിസിന്റെ പേരിൽ നമ്മൾ അൽബേക്കിലും കൂടെ പോയിണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ഫുഡും കഴിച്ച് നമ്മള് വീട്ടിൽ പോയി.